റഷ്യ. മഞ്ഞ് വീണുകിടക്കുന്ന അനന്തമായ കാടുകൾ. അവിടെ സൈബീരിയയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ഒരു സാധാരണ കർഷകൻ, ഗ്രിഗറി റാസ്പുട്ടിൻ. വിദ്യാഭ്യാസമില്ല, പണമില്ല. പക്ഷേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ എല്ലാവരും ഭയപ്പെട്ടു. അത് കാന്തിക ശക്തിയുള്ള കണ്ണുകളായിരുന്നു. ഒരിക്കൽ അവൻ നാടുവിട്ടു. വർഷങ്ങൾ നീണ്ട അലച്ചിലിന് ശേഷം അവൻ തിരിച്ചെത്തിയത് ഒരു കർഷകനായല്ല, ഒരു മിസ്റ്റിക്കായിട്ടായിരുന്നു. അക്കാലത്ത് റഷ്യ ഭരിച്ചിരുന്നത് സാർ നിക്കോളസ് രണ്ടാമനായിരുന്നു. അവരുടെ ഏക മകൻ അലക്സേ ഒരു മാരക രോഗത്തിന് അടിമയായിരുന്നു, ഹീമോഫീലിയ, രക്തം കട്ടപിടിക്കാത്ത രോഗം. ഒരു ചെറിയ പോറൽ പോലും ആ കുമാരന്റെ മരണത്തിന് കാരണമായേക്കാം. രാജ്യത്തെ വലിയ ഡോക്ടർമാർ പരാജയപ്പെട്ടയിടത്ത് സൈബീരിയയിൽ നിന്ന് വന്ന ഈ താടിക്കാരൻ അത്ഭുതം കാണിച്ചു. അവൻ കുട്ടിയുടെ അരികിലിരുന്ന് മന്ത്രിച്ചു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടിയുടെ വേദന കുറഞ്ഞു, രക്തസ്രാവം നിലച്ചു. റാസ്പുട്ടിൻ വെറുമൊരു ചികിത്സകനായിരുന്നില്ല, അവൻ രാജ്ഞിയുടെ വിശ്വാസം നേടിയെടുത്തു. താമസിയാതെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണചക്രത്തിൽ ഈ കർഷകൻ ഇടപെടാൻ തുടങ്ങി. ആരെ മന്ത്രിയാക്കണം, ആരെ പുറത്താക്കണം എന്ന് റാസ്പുട്ടിൻ തീരുമാനിച്ചു. ജനങ്ങൾക്കിടയിൽ ഒരു സംസാരം പരന്നു. റഷ്യ ഭരിക്കുന്നത് രാജാവല്ല, കൊട്ടാരത്തിലെ ഈ പിശാചാണ്. മരണത്തെ പരിഹസിച്ച രാത്രി. റാസ്പുട്ടിന്റെ സ്വാധീനം വർദ്ധിച്ചതോടെ രാജകുടുംബത്തിലെ തന്നെ പ്രഭുക്കന്മാർ തീരുമാനിച്ചു, ഇവൻ ഇല്ലാതാകണം. 1916 ആ തണുത്ത രാത്രി പ്രിൻസ് ഫെലിക്സ് യൂസുപ്പോവ് അവനെ വിരുന്നിന് ക്ഷണിച്ചു. ഭക്ഷണത്തിൽ മാരകമായ സയനൈഡ് കലർത്തി, ഒരാളെ നിമിഷങ്ങൾക്കുള്ളിൽ കൊല്ലാൻ ശേഷിയുള്ള വിഷം. റാസ്പുട്ടിൻ ആ കേക്കുകൾ കഴിച്ചു, വീഞ്ഞു കുടിച്ചു. സമയം കടന്നുപോയി. പക്ഷേ അവൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. വിഷം അവനെ സ്പർശിച്ചില്ല. ഭയന്നുപോയ പ്രഭുക്കന്മാർ അടുത്തതായി തോക്കെടുത്തു. അവന്റെ നെഞ്ചിലേക്ക് വെടിയുതിർന്നു. റാസ്പുട്ടിൻ നിലത്തു വീണു. മരിച്ചുവെന്നുറപ്പിച്ചു അവർ തിരിഞ്ഞു നടന്നു. പക്ഷേ പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. മരിച്ചുവെന്ന് കരുതിയ മനുഷ്യൻ എഴുന്നേറ്റു നിന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് ഓടി. വീണ്ടും വെടിയുണ്ടകൾ അവന്റെ ശരീരത്തിലേക്ക് തുളച്ചുകയറി. ഒടുവിൽ അവരവനെ കെട്ടിപ്പൊതിഞ്ഞ് തണുത്തുറഞ്ഞ നെവ നദിയിലേക്കെറിഞ്ഞു. പിന്നീട് അവന്റെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ ലോകം ഞെട്ടി. അവന്റെ ശ്വാസകോശത്തിൽ വെള്ളമുണ്ടായിരുന്നു. അതിനർത്ഥം അത്രയും വിഷം ഉള്ളിൽ ചെന്നിട്ടും അത്രയും വെടിയുണ്ടകൾ ഏറ്റിട്ടും അവൻ മരിച്ചിരുന്നില്ല. നദിയിലെ ആ തണുത്ത വെള്ളത്തിൽ വീണപ്പോഴും അവൻ ജീവനു വേണ്ടി പോരാടുകയായിരുന്നു. റാസ്പുട്ടിൻ മരിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ റഷ്യൻ സാമ്രാജ്യം തകർന്നു വീണു. അവൻ മരിക്കുന്നതിനു മുൻപ് പ്രവചിച്ചിരുന്നു, ഞാൻ കൊല്ലപ്പെട്ടാൽ ഈ രാജവംശവും അധികം വൈകാതെ നശിക്കും. അത് സത്യമായി. അവനൊരു വിശുദ്ധനായിരുന്നോ, അതോ ഒരു ചെകുത്താനോ? ചരിത്രം ഇന്നും ആ ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുന്നു.